ഈ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ടെങ്കിലും ആ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സമൃദ്ധമായ ജീവൻ അതിനേക്കാളും സമൃദ്ധിയുള്ള ജീവനാണ് കൂദാശകളിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, ആരാധനാക്രമാനുഷ്ഠാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ കൂദാശകൾ, ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി യേശുക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു. ഈ ജീവൻ സമൃദ്ധമായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ് ആരാധനാക്രമം. യേശുക്രിസ്തുവിന്റെ ഒരൊറ്റ പ്രവൃത്തിയുള്ള യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്, യേശുക്രിസ്തു തന്നെ ബലിയായി, അനുസരണമുള്ളവനായി, തന്നെ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി താഴ്ത്തി അവൻ ഈ ബലി അർപ്പിച്ചു. ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ പ്രവൃത്തി. യേശുക്രിസ്തുവിന്റെ ഹൃദയമിടിപ്പുകൾ അറിയാൻ തക്കവണ്ണം അവനിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ ഐക്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ആരാധനാക്രമ ശുശ്രൂഷ. ഹല്ലേലൂയ.